അദ്ദേഹത്തിന്റെ ഈ ആന്റണി രാജുവിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മുൻപ് ഒരുപാട് തവണ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. VS ആ സ്ഥാനാർത്ഥിത്വം നൽകാൻ തയ്യാറായില്ല, ഇങ്ങനെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കേണ്ടതില്ല, ഇടതുമുന്നണി എന്ന് തീരുമാനമെടുത്തു എന്നുള്ളത്. പക്ഷേ പിന്നീട് അദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്നു, അദ്ദേഹം ജയിക്കുന്നു, അദ്ദേഹം LDFന്റെ ഭാഗമാകുന്നതിന് മുൻപ് അദ്ദേഹം മന്ത്രിയാകുന്നു. ആ മന്ത്രിയാകുന്ന സമയത്തടക്കം ഈ കേസ് പെൻഡിങ്ങിലാണെന്ന് മാത്രമല്ല, കേസിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് ഒരു സഹകരണവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതേയില്ല. അനിതര സാധാരണമായ നിലയ്ക്ക് ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്ന് അനുഭാവമുണ്ടായി എന്നുള്ളത് ശ്രീ അനിൽ ഇമ്മാനുവൽ ഇവിടെ പറഞ്ഞത് അങ്ങ് കേട്ടിട്ടുണ്ടായിരിക്കും. ഇതിനെ അധികാര ദുർവിനിയോഗം എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത്? അല്ല, പിന്നെ മധുവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത് ഞാൻ അനിൽ രാജുവിൻ്റെ ഒരു വ്യക്തമായിട്ടല്ലേ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കോടതി ശിക്ഷിക്കപ്പെട്ട പ്രതി കുറ്റവാളി തന്നെയാണ്, തർക്കമില്ല. ശിക്ഷിക്കപ്പെടാതെ കൊണ്ട് ഒരാളെ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കാനും പറ്റത്തില്ല. അവർ ആരോപണ വിധേയരെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ അനിൽ രാജുവിന് അദ്ദേഹത്തിൻ്റെ ഭാഗം ന്യായീകരിക്കാനുള്ള അവകാശമുണ്ട്. ഇതൊരു വിചിത്രമായ കേസാണ്. കാരണം 1990 ഒരു ഓസ്ട്രേലിയൻ പൗരൻ അദ്ദേഹത്തിൻ്റെ അണ്ടർ ഗാർമെൻസിൽ അളവിൽ കൂടുതൽ ഈ പറയുന്ന മയക്കുമരുന്ന് വെച്ച് വന്ന് പിടിച്ചു 10 വർഷം ശിക്ഷിച്ചു. ഇപ്പോൾ ഇവിടെ ആരോപിക്കപ്പെടുന്ന ഈ ഷഡ്ഡി അദ്ദേഹത്തിന് യോജിക്കാത്തതാണെന്നുള്ള പോലീസ് തെളിയിച്ച് അദ്ദേഹത്തിന് തിരിച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വിട്ടു. ഇതിനോടകം 10 വർഷത്തെ അന്വേഷണത്തിൽ ഈ കേസിന് തെളിവില്ലെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട കോടതി തന്നെ എഴുതി തള്ളി. ഇയാൾ അമേരിക്കൻ ഓസ്ട്രേലിയ ചെന്നതിന് ശേഷം ആളെ കുത്തിക്കൊന്നു. അതിനുവേണ്ടി വീണ്ടും ജയിലിലായപ്പോൾ അയാളെ സഹതടവുകാരനോട് പറഞ്ഞതാണ് താനിങ്ങനെ ഈ ഷഡ്ഡി മാറ്റി കാശ് കൊടുത്ത് ഇറങ്ങിപ്പോകുന്നതാണെന്ന് പറഞ്ഞപ്പോൾ അത് ഇന്റർപോളിൻ്റെ അടുത്ത് കൊടുത്തു. ആ ഇന്റർപോൾ CBI ത്രൂ കേരള പോലീസ് വന്നതിന് ശേഷമാണ് ഇത് റീഓപ്പൺ ചെയ്തത്. അത് 2006 സിനിമയിൽ സർക്കാർ രേഖയിൽ എങ്ങനെ ഇത് എഴുതി വെക്കുമെന്ന് പറഞ്ഞതുപോലെയാണ്. ഇത് നാണം കെട്ട സാഹചര്യമാണ്. പക്ഷേ നമ്മുടെ നിയമ സംവിധാനത്തെ ആകെ തൊലിയിരിച്ച് നിർത്തിയ ഒരു സംഭവമാണ് എന്നുള്ളത് കൊണ്ട് വേറെ നിവൃത്തിയില്ല. ഇതിന്റെ സർക്കാർ രേഖകളിലൊക്കെ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുകയും ചെയ്യുന്നത്. അങ്ങ് പറയും. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ തെറ്റ് ചെയ്തതെന്ന് കോടതി വിധിക്കപ്പെട്ട ഒരാളെ ന്യായീകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശൈലിക്ക് പറ്റാതില്ല, ചെയ്യത്തുമില്ല. അദ്ദേഹത്തിന് മുകളിൽ കോടതിയിൽ പോകാം, സ്റ്റേ വാങ്ങിക്കാം. സ്റ്റേ വാങ്ങിച്ചാൽ അദ്ദേഹത്തിന് MLA സ്ഥാനം തുടരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 1951 ജനപ്രാതിനിധ്യ നിയമപ്രകാരം അദ്ദേഹത്തിന് ഇനി ഈ ഒരു MLA സ്ഥാനത്തേക്ക് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അദ്ദേഹം കുറ്റവാളിയെല്ലാം തെളിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി ഒരു എന്താ പറയുക ഒരു MLA സ്ഥാനത്തേക്ക് പോലും അദ്ദേഹത്തിന് ഞാൻ അങ്ങോട്ട് ചോദിച്ചത് അതല്ല ശ്രീ റെജിലു കോസ്റ്റ്. അതായത് ഒരു ഘട്ടത്തിൽ ഇതേ കേസിന്റെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥിത്വം വേണ്ടതില്ല എന്ന് ഇടതുപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും തലമുതിർന്ന VS നിലപാടെടുത്ത ഒരു സംഭവമാണ്. അതിനുശേഷം പക്ഷേ അദ്ദേഹത്തിന് അതൊരു അയോഗ്യതയായി മാറുന്നില്ല. കോടതി അയോഗ്യനെന്ന് പറയുന്നത് വരെയും ഒരു അയോഗ്യതയായി ഇടതുപക്ഷം അതിനെ പരിഗണിക്കുന്നില്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷേ അപ്പോഴും ജനപ്രതിനിധി ആയിരിക്കുന്ന സമയത്ത് രാജ്യത്ത് നിലവിലുള്ള നിയമത്തോടും ആ നിയമ സംവിധാനത്തോടും ബഹുമാനം കാണിക്കാതെ വിചാരണയ്ക്കോ വിസ്താരത്തിനോ പോകാതെ ഇരിക്കുന്നൊരു ആനുകൂല്യം എങ്ങനെയാണ് അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിയുക? അല്ല, ഇവിടെ വേറൊരു കാര്യമാണ് കമ്പയർ ചെയ്ത് പറയാം. അതായത് ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം പോലും, ജയിലിൽ കിടന്നതിന് ശേഷം പോലും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആഭ്യന്തരമന്ത്രിയായ ഒരാളുണ്ട്. അതിൻ്റെ പേര് ഇപ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ എന്താ പറയുക ആഭ്യന്തര വകുപ്പ് കയറിയത് അമിത്ഷായാണ് ഗുജറാത്ത് വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അവർ ശിക്ഷിക്കപ്പെട്ടവർ ആ കാലാവധിക്കുള്ളിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരാളെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് വീണ്ടും ജനപ്രതിനിധിയാകാം, അവർക്ക് അധികാരത്തിലെത്താൻ പറ്റും. ഈ ചോദ്യത്തിന് മറുപടി ഇത്രയേ ഉള്ളൂ. അതേ അങ്ങനെ ആനുകൂല്യങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. അല്ലല്ല, അങ്ങനെയല്ല. VSന്റെ കാര്യം, VSന് പോലും സീറ്റ് നിഷേധിക്കപ്പെട്ട് തിരിച്ചു വന്ന് മത്സരിച്ച ചരിത്രമില്ല. ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദന്റെ നിഷേധാത്മകമായിട്ടുള്ള അല്ലെ അതേ എതിർത്തതിന് പേര് മാത്രമല്ല അതിനുവേണ്ടി ജനം തെരുവിലിറങ്ങിയ അനിതര സാധാരണമായ രാഷ്ട്രീയ കാഴ്ച കണ്ടവരാണ് കേരളം. കമ്പയർ ചെയ്യല്ലേ മോശമാണ്. പറയും. അല്ലല്ല, ഞാൻ ഒരിക്കലും മഹാനായ VSനെ ഒന്നും ഇദ്ദേഹമായിട്ട് കമ്പയർ ചെയ്യില്ല. ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് തെറ്റായ രീതിയിൽ എടുത്തതാണ്. VS എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആരാധ്യ പുരുഷനാണ്. അത് യാതൊരു തർക്കവുമില്ല. VS ഒക്കെ ഭരിക്കുമ്പോഴാണ് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊഴിയുന്നത്. അതുകൊണ്ട് VSനെ ആനന്ദ് രാജിനൊന്നും കമ്പയർ ചെയ്തിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ 6 മഹാരാഷ്ട്രമുള്ള ശിക്ഷിച്ചിട്ടുണ്ട്. അഴിമതിക്ക് പേരിലാണ്, ഇടമലയാർ കേസിന്റെ പേരിൽ. ആ അഴിമതിയുടെ പേരിൽ അദ്ദേഹത്തിന് ശിക്ഷിക്കപ്പെട്ടതിന് ശേഷവും അദ്ദേഹം കേരളത്തിൽ രാഷ്ട്രീയത്തിന്റെ മുൻനിരയിൽ തന്നെ നിന്നിരുന്നു. അത് UDFന്റെ ഭരണകാലത്താണ് അദ്ദേഹം ഈ അഴിമതി കാണിച്ചതെന്നാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ചരിത്രങ്ങൾ. ഇവിടെ ആനന്ദ് രാജിനെ സംബന്ധിച്ചോളം ഇടതുപക്ഷമായിട്ട് യാതൊരു ബാധ്യതയില്ല. അദ്ദേഹം കുറ്റവാളി അല്ലാത്തതിന്റെ പേരിൽ അനേകം കേസ് നിലവിലുള്ളപ്പോഴും ഇവിടെ മത്സരിച്ച് ഞാൻ കേട്ടുകൊണ്ടിരിക്കണം.
അങ്ങനെയല്ല മാധു. ഇപ്പൊ അതേ ഒരു വ്യക്തിയാണ്, അദ്ദേഹം 30 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത 35 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ അദ്ദേഹത്തിന് കുറ്റവാളിയായി പ്രഖ്യാപിക്കാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഘടകകക്ഷിയുടെ അനിൽമാനുവൽ ഇവിടെ നിന്ന് പറഞ്ഞത്. പക്ഷെ പിന്നീട് അതൊരു അയോഗ്യതയായി മാറുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല 2022 ഈ വിഷയം നമ്മൾ ചർച്ചക്കെടുത്തിട്ടുണ്ട്. അന്ന് അത്ഭുതത്തോടു കൂടിയാണ് ആ ഡേറ്റ് അടക്കമുണ്ട് ഓരോ തവണ കോടതി വിളിക്കുന്നത്, അപ്പോഴൊക്കെ ഹാജരാകാതിരിക്കുന്നത്. അതിനു മുൻപ് നേരത്തെ ശ്രീ ടി പി സെൻകുമാർ ഇവിടെ ഇരുന്ന് പറയുകയാണ്, സമാനമായ സമയത്ത് 1 or 2 തവണ ഹാജരാകാതിരുന്നപ്പോൾ വാറന്റ് വരികയാണ്. ഇവിടെ വാറന്റ് ഒന്നും ഉണ്ടാകുന്നേ ഇല്ല. മാത്രമല്ല അങ്ങനെ പോലീസിന് തപ്പിപ്പോയി തേടിപ്പിടിച്ച് കണ്ടുപിടിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. ജനപ്രതിനിധിയാണ്. വാറന്റ് ഇല്ലാതെ വന്നത് കോടതി ഇഷ്യൂ ചെയ്യാത്തതിന്റെ പേരിലായിരിക്കും. അതിന് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റുമോ? ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇവിടെ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞ് വലതുപക്ഷത്ത് UDFന്റെ ബഹുമാനപ്പെട്ട ജിൻഡോയോട് ഇരിപ്പുണ്ട്, എൻ്റെ സുഹൃത്ത് അദ്ദേഹം. UDFന്റെ MLA എത്ര പേര് കേസുണ്ട്? ഇത്ര കേസ് അല്ലെങ്കിൽ പോലും അത് ജനാധിപത്യത്തിന്റെ പ്രക്രിയ, ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന ആരുടെ പേരിലൊക്കെ കേസൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇത് കേസ് ഏറ്റവും ഡിഫറൻറ്റ്. ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, അദ്ദേഹം ഒരു ജൂനിയർ വക്കീലായിരുന്നു. അദ്ദേഹം പേഴ്സണൽ ബിലോങ്ങിങ്സിന് വേണ്ടിയിട്ടാണ് അവിടെ അപേക്ഷ കൊടുത്തത് ഈ പറയുന്ന കുറ്റവാളിയുടെ റിലേറ്റീവ്സിന് കൈമാറാൻ. ആ കൂടെയാണ് ഈ പറയുന്ന തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന ക്ലർക്ക് ഇങ്ങനെ കൈമാറ്റം ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. അതിന് ശരിയോ തെറ്റോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ കോടതി ഇപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ചെയ്ത് തെറ്റാണെന്നുള്ളത്. അദ്ദേഹത്തിന് ഇപ്പോൾ ശിക്ഷ കിട്ടിയിരിക്കുന്നു. ഇനി അദ്ദേഹം ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതി മുതലുള്ള കോടതി ഇപ്പോൾ അദ്ദേഹം വിമുക്തനായിട്ട് വരണം. അത്രയും കാലം അദ്ദേഹത്തിന് രാഷ്ട്രീയം പോയി. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനൊരു നാണക്കേടാന്ന് ഞാനും സമ്മതിച്ചിട്ടുള്ളൂ. അത് എനിക്ക് പറയുന്നത് യാതൊരു മടിയില്ല. പക്ഷെ ഒരു കാര്യം, അതിന്റെ പേരിൽ ഇടതുപക്ഷ സർക്കാരിനെ ഇടതുപക്ഷ മുന്നണി ഇതിനെ കുറ്റപ്പെടുത്തുന്നത് അതേ ഒരു വ്യക്തിയാണ്. വാറന്റ് കിട്ടാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ അത് സർക്കാരിന്റെ എന്തെങ്കിലും ഇതുകൊണ്ടാണ്. സർക്കാരിലെ വാദിക്കുന്നത് ഇദ്ദേഹത്തിന് എതിരായിട്ട്, പ്രോസിക്യൂട്ടറല്ലേ വാദിച്ചു, അങ്ങനെയല്ലേ ഇദ്ദേഹത്തിന് ശിക്ഷ കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റിനെ ഇടതുപക്ഷത്തിന്റെ മുകളിലേക്കൊന്നും ചാരണ്ട. അതൊക്കെ ചുമ്മാ വെറുതെ രാഷ്ട്രീയം എന്ന് മാത്രമേ ഉള്ളൂ. ആന്റരാജി ചെയ്ത് തെറ്റ് ശരിയാണെന്നുണ്ടെങ്കിൽ അതേ ശിക്ഷ അനുഭവിക്കട്ടെ. വളരെ വ്യക്തിപരമായി ഉണ്ടാക്കിയെടുത്ത കേസാണ്, അതൊക്കെ ശരിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 10-35 വർഷം പഴക്കമുള്ളൊരു കേസാണ്. അന്ന് അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഭാഗമല്ല, ശരിയാണ്. പക്ഷേ ഇന്ന് അയോഗ്യനാക്കപ്പെട്ടത് ഒരു ഇടതുപക്ഷ MLA ആണ് എന്നാണ് എന്റെ ബോധ്യം. അല്ല എന്നങ്ങ് പറയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു.